യെസ്. സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ഈവനിങ്. സോ ഞാനാണ് ഈ വീഡിയോയുടെ ആങ്കറായിട്ട് വരാൻ പോകുന്നത്. സോ ഈ വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റ് അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്, എൻ്റെ വീട്ടിലാണ്. സ്വാസിക ചെന്നൈയിലാണ്. അപ്പം ഞാനിപ്പം എൻ്റെ വർക്ക് ഇപ്പം എൻ്റെ സീരിയൽ, തമിഴ് സീരിയൽ ഇപ്പം കഴിഞ്ഞു. നെക്സ്റ്റിന് വർക്കിന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാസിക ഇപ്പം ബാക്ക് ടു ബാക്ക് വർക്കെല്ലാം ഇരിക്കുന്നത് നല്ല തിരക്കാണ്. ഐ തിങ്ക് ഒരു 2-3 മാസമായി ഒന്ന് നാട്ടിലേക്ക്. കഴിഞ്ഞ മാസം വന്നു, മാർച്ചിൽ വന്നു. പക്ഷെ എന്നാലും ഫുൾ ടൈം വർക്കിൽ നമ്മൾ എപ്പോഴും ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോം സിക്നെസ് അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് എപ്പോഴും തോന്നാറുണ്ടല്ലോ. കാരണം അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടിപ്പം ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൾ ചോദിച്ചു, എന്തെങ്കിലും അമ്മയെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോദിക്കാം, നോക്കാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അമ്മയെ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുടെ മെയിൻ സംഭവം തന്നെ. അപ്പോൾ അവൾ പറഞ്ഞു ഒരു ഡിഷ് മാത്രം മതി എന്ന് പ്രത്യേകം പറഞ്ഞു. പക്ഷെ അമ്മ എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനപ്പം 2 ദിവസമായിട്ട് ഞാൻ ഇപ്പോൾ വെളിയിൽ പോയി സാധനം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നമുക്ക് നോക്കാം അമ്മ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനി ഉണ്ടാക്കിയിട്ട് ഇനി 2 ദിവസം ഞാൻ വീണ്ടും ചെന്നൈയിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് ഇനി അവൾക്ക് കൊടുക്കാം. എന്നിട്ട് ഇനി അവളിനി കഴിച്ചതിൻ്റെ റിയാക്ഷൻ നോക്കും, വേറെ അവിടെ നിന്ന് എടുക്കാം. പക്ഷെ എന്തായാലും ഇപ്പോൾ അടുത്തത് അമ്മ ഇനി എന്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നു നമുക്ക് നോക്കാം. ഓക്കെ, വാ അവൾക്കൊണ്ട് പോകാം. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോദിച്ചു നോക്കാം. അമ്മേ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അവൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? ഒന്ന് സമ്മന്തിപ്പൊടി, പിന്നെ ചട്നി പൗഡർ, പിന്നെ മീൻ അച്ചാറിടുന്നുണ്ട്, പിന്നെ ഇച്ചിരി ബീഫ് ഉലർത്തിയെടുക്കുന്നുണ്ട്. അവിടെ പ്രത്യേകം പറഞ്ഞ ഒരെണ്ണം മാത്രം ഉണ്ടാക്കാൻ പോയത്. അങ്ങനെ പറഞ്ഞ് ഇനിയിപ്പോൾ ഇത് 3 കൊണ്ടുപോയിട്ടാണ് അവൾ എന്നെ ചീത്ത വിളിക്കാൻ. ഇതാണ് അമ്മയുടെ പ്രശ്നം. ഒന്ന് പറഞ്ഞാൽ 4-5 സാധനം ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇങ്ങനെയാണ് നമ്മുടെ സമയം മൊത്തം കളയുന്നത്. ഭക്ഷണം ഉണ്ടാക്കിയാണ് സമയം കളയുന്നത്. ഇപ്പം എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇപ്പൊ ചമ്മന്തിപ്പൊടി. ഇതെന്താണ്? കറിവേപ്പില കുറച്ചൊന്ന് മൂത്തിട്ടിട്ടാ മതി. ഇത് ഇഞ്ചി, ഇത് ഉള്ളി, ഇത് വെളുത്തുള്ളി. ഇഞ്ചി ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം, ഒരു 1.5 കഷ്ണം, ഒരു പിടി ഇത്രയും ചുവന്നുള്ളി, ഒരു 1.5 കുടം വെളുത്തുള്ളി അരിഞ്ഞത്, എല്ലാം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി കറിവേപ്പില ഇനി ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇട്ടാൽ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളകുണ്ട്. ഒരു ഗാർലിക് ഇനി ബീഫിനുണ്ട്. അത് വറ്റൽമുളക്, ഒരു 15 വറ്റൽമുളക്. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി. അത്ര ഇടണം. മല്ലി മുഴുവനേ ഉള്ള മല്ലി മതി, കുറച്ച് മതി, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. 1.5 ടേബിൾ സ്പൂൺ മല്ലി. ചെറുതായിട്ടൊന്ന് തീ കൊടുക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിം വെക്കണ്ട, ഒരു മീഡിയം തീയിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം, അല്ലെങ്കിൽ തേങ്ങ അടി പിടിക്കും. ഒരു 15-16 വറ്റൽമുളക്. ഇതെല്ലാം ഒരുമിച്ചിടാണ് ഇപ്പോൾ? ഒരുമിച്ചിടുക. കറിവേപ്പില മാത്രം ലാസ്റ്റ് ഇടുക? കറിവേപ്പില ഒരു കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ ഇടാം. ഇഞ്ചി ഒരു 2 ഇഞ്ച് കഷ്ണം. വെളുത്തുള്ളി ഒരു 1.5 കുടം. ചുവന്നുള്ളി. ഉപ്പിട്ടില്ല. ഉപ്പ് ഒരു മൂത്ത് വരുമ്പോൾ നമ്മൾ എടുക്കാറാകുമ്പോൾ അല്ല ഉപ്പിടും പുളിയിടും. പുളി ഇട്ടിട്ട് വേണം ഒന്നുകൂടെ മൂപ്പിച്ചിട്ട് വേണം ഇത് ചമ്മന്തി പൊടിക്കാൻ. ഉപ്പ് പിന്നെ ഇടുന്നത് ഇതൊന്ന് മൂത്ത് വരും. കറിവേപ്പില കുറച്ച് കഴിഞ്ഞിട്ടിട്ടാണ്. ഒന്ന് മൂക്കണം, അത് സമയം എടുക്കും ചട്നി ഉണ്ടാകുന്നത്. ഒരു 2 തേങ്ങ ഉണ്ട്. അപ്പോൾ ഇത് മൂക്കുന്ന സമയത്താണ് നമ്മളിനി ഫിഷ് പിക്കിളും മീനച്ചാറും ബീഫാണ് ബഫലോയാണ് എന്താ വിളിച്ചത് നമ്മൾ? ബഫലോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊക്കെ സമയം എടുക്കും. സമയം എടുക്കുന്നവരെ നമുക്കിനി നമുക്കിനി അങ്ങോട്ട് പോകാം. കുരുമുളക് ഇടാൻ മറന്നുപോയി, അതുകൂടെ ഇട്ടേക്കാം. ഇട്ടിട്ട് നമുക്ക്
അടുത്ത വിഭവത്തിൽ പോവാം. കറണ്ടും പോയി. അപ്പൊ ഇതിന് ഇളക്കി കഴിഞ്ഞ് അടച്ചു വെക്കണം കുറച്ചു നേരം. അടച്ചൊന്നും വെക്കാതില്ല, നീ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി കൈ എടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു. ഓക്കെ. ഇതിപ്പോ എത്ര നേരം എടുക്കും അപ്പം? അല്ല ഇതിപ്പോ എത്ര നേരം എടുക്കും അപ്പം? 2 മണിക്കൂർ എടുക്കത്. അടിപൊളി. നമ്മള് വീഡിയോ ഇതിനകത്ത് കാണിക്കുമ്പോ മൂത്തിന് ഇത് കുറച്ചല്ലേ കാണിക്കുന്നത്, നമ്മളോർക്കും പെട്ടെന്ന് കഴിയുന്നു. പക്ഷെ കുറച്ച് സമയം എടുക്കുന്ന ഒരു പണി. കിച്ചണിലെ പണിക്ക് അങ്ങനെയാണല്ലോ, നമ്മളോർക്കും ഇതൊക്കെ എളുപ്പമാണ്. പക്ഷെ ചെയ്തു വരുമ്പോൾ അതിന് എത്ര സമയം വേണമെന്നുള്ളത് ഏതായാലും മറക്കുമല്ലേ. അപ്പം കുറച്ച് ഇവിടെ കുറച്ച് കൊടുത്തു വിടാനും എല്ലാവരും മെനക്കെട്ട സാധനം ഒത്തിരി എപ്പോഴും മെനക്കെടാണല്ലോ. ഉണ്ടാക്കുമ്പോൾ ചെറുതൊക്കെ ഇവിടെ നമുക്ക് എടുക്കാം. പിന്നെ അടുത്ത് ബീഫ് റോസ്റ്റ് പരിപാടിക്ക് എല്ലാം ഇൻഗ്രീഡിയൻസ് എടുക്കുന്നു. അതെ. എന്തായി നമ്മുടെ ചമ്മന്തിപ്പൊടി? എന്തായി? നമ്മൾ സീമ ചേച്ചിയാണിപ്പോൾ ഇത് പിളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു നല്ല കളറായി, ബ്രൗൺ കളറായി. ഇനി എന്തിടാൻ പോകുന്നത്? പുളിയോ? പുളി ഉപ്പിട്ടോ? ഇത്ര മതി മൂത്തത്? ഇത്ര മൂക്കില്ല? ഇനി മൂക്കില്ല? ആണോ? അപ്പൊ ഇനി അടച്ചു വെക്കോ? എന്താ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ഇതിനി കറക്കുമല്ലോ? തണുത്തിട്ട് വേണം മിക്സി പൊടിക്കാൻ. ഓ, തണുത്തിട്ട് ഇനി പിന്നെ ഓക്കെ, പിന്നെയാണ് പൊടിക്കുന്നത്. ഇതിനകത്ത് ഇരുന്നാൽ ഇത് കരിഞ്ഞു പോകും, അതുകൊണ്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യണം വേറൊരു ഫ്ലൈറ്റിലോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം. അപ്പോൾ ഇതിന് തണുത്തിട്ട് പൊടിക്കണം. ഇതിന് തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സിയിൽ പൊടിക്കണം. ഒരു ചൂട് തിരിഞ്ഞ് തണുക്കുമ്പോൾ അതും കൂടെ ക്രിസ്പി ആകും. ഓക്കെ ഓക്കെ ഓക്കെ. ഈ മുളകൊക്കെ നല്ല ക്രിസ്പായിട്ട് വരും. മനസ്സിലായി. അപ്പം ഇനി അടുത്ത് ഇനി എന്തുണ്ടാക്കാൻ പോകുന്നത്? ബീഫ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളപ്പോൾ അടുത്തത് ബഫല്ലോ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്ത് ബഫല്ലോ എന്താ ചെയ്യാൻ പോകുന്നത്? റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? റോസ്റ്റ് ആണ്. ആദ്യം വേവിക്കാൻ വെക്കണം. ഓക്കെ. വെച്ചിട്ട് പിന്നെ അത് എടുത്തിട്ട് പിന്നെ ഒന്നും കൂടി ഇച്ചിരി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടെ മൂപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കും. കൊണ്ടുപോകാനാവുമ്പം വെള്ളം പറ്റിയെടുക്കണം, വെള്ളത്തോടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്ത പോലെ ഇങ്ങനെ പറ്റിച്ചെടുക്കണം. ബഫല്ലോ അല്ലെങ്കിലും കറി കൊള്ളത്തില്ല, റോസ്റ്റ് ഇങ്ങനെ പുരട്ടിയെടുക്കുന്നതാണ്, വരട്ടിയെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ബഫല്ലോ അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണ ഒഴിച്ചു. ഇനി എന്താണ് ചേരുവകൾ? വെളുത്തുള്ളി. ആദ്യമേ വെളുത്തുള്ളി. ഇനി ഇതിന് വഴറ്റുമ്പോൾ ഇടാനും കുറച്ച്. ഓക്കെ, ആദ്യം ഇനി വെളുത്തുള്ളി ഇത് ഒരു 1.5 കുടം വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി. ഇനി അടുത്തത് ഇഞ്ചി. വെളുത്തുള്ളി ഒന്ന് മൂക്കണം. ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചി അത് മൊത്തം ഇടുന്നില്ല. അത് ഇനി അടുത്തത് നമ്മൾ ഫ്രൈ ആക്കുമല്ലോ, ആ സമയത്ത് ഈ ഒരു സ്വല്പം വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് വേണം ഒന്നും കൂടെ മൂപ്പിച്ച് വരട്ടാൻ. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. മനസ്സിലായി. അങ്ങനെ ഇപ്പം എല്ലാവരും ഉള്ളി ഇട്ടിട്ടാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നത്. പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടം. അല്ല, ഉള്ളിയല്ല ആദ്യം യൂഷ്വലി ഇടാറ്. ഞാനിങ്ങനെയാ ചെയ്യുന്നത്. പണ്ട് ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാരും തിരിച്ചാ ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തൊന്ന് വരുമ്പോ അതിനൊരു മണം വരും. ആ മണം വന്നു കഴിഞ്ഞാല് എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പൊ അന്നേരം അതുകൊണ്ട് അങ്ങനെ വരും. എനിക്കിപ്പോഴേ വിശക്കുന്നു. ജിമ്മ് കഴിഞ്ഞ് വന്നോണ്ട് നല്ല വിശപ്പോടെ വന്നിരിക്കുകയാണ് ഞാൻ. ഇത് കഴിക്കാൻ പറ്റില്ല, എനിക്കുള്ള ഭക്ഷണം വേറെ ഉണ്ട്. എന്ത് ഒരു മണം വരുന്നത് നമുക്ക് വീഡിയോ കാണത്തില്ല. എനിക്ക് നല്ല മണക്കുന്നുണ്ട്, അതാ പറഞ്ഞ എനിക്ക് വിശക്കുന്നു. മണം വരുമ്പോഴാണ് അതിന്റെ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനതുകൊണ്ട് എപ്പോഴും വെളുത്തുള്ളി ഇഞ്ചി ഇട്ടൊന്നും ചുമപ്പിച്ചിട്ടേ
ഉള്ളി ഇടാറുള്ളൂ. ഓക്കേ. ഇപ്പം എല്ലാവരും ഉള്ളി ഇട്ടിട്ട് പിന്നാണ് വെളുത്തുള്ളി ഇഞ്ചി ഇടുന്നത്. ഇനി അടുത്തതാ ചുവന്നുള്ളി ഇടും അല്ലേ? കളർ വരുന്ന കണ്ടോ, ഒരു ബ്രൗൺ, ഒരു ചുമപ്പ് വരുന്ന കണ്ടോ? മനസ്സിലായി അപ്പം അതിന്റെ ഒരു മണം കണ്ടോ, ഒരു നല്ല മണമില്ലേ? ഒരു മണം വരുന്നില്ല. ആ മണം വന്നാലേ ഞാൻ സാധാരണ ഉള്ളിയും കരിയാപ്പിലൊക്കെ ഇടാറുള്ളൂ. ഇനി കുറച്ച് ഉള്ളിയും കൂടെ നമ്മൾ റോസ്റ്റ് പോലെ ആക്കുമ്പോൾ ഒന്ന് മൂപ്പിച്ച് ചേർക്കണം. ഇത് കൂടെ ഇട്ട് ഒന്ന് മൂത്തിട്ട് ബീഫും കൂടെ ഇട്ട് വെള്ളം പറ്റിക്കണം. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ബീഫേ അന്നേരം സമയം ഇച്ചിരി ഒന്ന് ബ്രൗൺ ആകും, ഒരു ട്രാൻസ്പെറന്റ് ആകണം ഉള്ളി. ഇതിന് കുക്കറിൽ വേവിക്കുന്നതുകൊണ്ടേ ഉള്ളി മുഴുവനെ അങ്ങ് ഇട്ടാൽ മതി, തീരണം എന്നൊന്നുമില്ല. ഇതിന് കുക്കറിൽ വേവിക്കണോ? അതിന് കുക്കറിൽ വേവിക്കണം. ഇത് ഇതിനകത്തിലിട്ട് ഒന്ന് വഴറ്റി വെള്ളം പറ്റിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ മുളകും ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരല്പം വേകാനുള്ള വെള്ളവും വെച്ച് കുക്കറിൽ വെക്കണം. കുക്കറിൽ വെച്ചിട്ട് 4-5 വിസിൽ കഴിഞ്ഞിട്ട് പിന്നെടുത്ത് വേണം ഒന്ന് പറ്റിച്ച് റോസ്റ്റ് ചെയ്യാൻ. അങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് വീണ്ടും അല്പം ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം കൂടെ മൂപ്പിച്ചെടുക്കും. എന്നിട്ട് അതിനകത്ത് പുരട്ടി ഇങ്ങനെ എടുക്കും. ഇങ്ങനെ പറ്റിച്ച് വെള്ളം പറ്റിച്ചെടുക്കും. നല്ല പണ്ടത്തെ കല്യാണങ്ങൾക്കൊക്കെ ബീഫ് വെക്കുന്ന ഇങ്ങനെ വരട്ടി ഇങ്ങനെ പൊടി പോലെ വരും. നമ്മുടെ നാട്ടിലെ തിരുവല്ല ഏരിയയിലെ ബീഫാണ് പണ്ടത്തെ മെയിൻ. മോരുകറിയും ബീഫും മീൻകറിയുമാണ് കല്യാണ സദ്യയുടെ മെയിൻ സാധനം. അതിന്റെ ബീഫ് തലേന്നോ അതിന്റെ ഒരു ദിവസം മുമ്പോ ഒക്കെ വെക്കും. അത് വലിയ ഉരുളിക്കകത്തിട്ട് ഇങ്ങനെ വരട്ടി പൊടി പൊടിയായിട്ട് വരും. അതിന്റെ പൊടിയും ബീഫും കൂടി ഇങ്ങനെ നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. അമ്മ ഇങ്ങനെ തലേദിവസം ഉണ്ടാക്കി വെക്കുമോ? നമ്മളിപ്പോ എല്ലാം ഉണ്ടാക്കി അപ്പോഴേ ഫ്രിഡ്ജിൽ വെക്കുമല്ലേ, പുറത്തൊന്നും വെക്കാറില്ലല്ലോ. അത് പുറത്ത് വെച്ചാൽ ടേസ്റ്റ് പിന്നെ കൂടുവോ? ടേസ്റ്റ് കൂടില്ല. പണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കത്തില്ല. പിന്നെ പെരട്ടി ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ചീത്തയാകത്തില്ല. ചൂടോടല്ല, അത് തണുത്തായാലും ഇലയൊക്കെ ഇട്ടാണ് പണ്ടത്തെ വലിയ ഉരുളിയില് വലിയ വാഴയില വെട്ടി അടയ്ക്കുന്നത്. അന്ന് അതിനൊന്നുള്ള അടപ്പില്ലല്ലോ. വലിയ ഓടിന്റെ വലിയ ഉരുളിയില് വെളിയില് കല്ല് കൂട്ടി അടുപ്പ് കത്തിച്ചാണ് പണ്ടൊക്കെ കല്യാണ സദ്യക്ക് ക്രിസ്ത്യൻ വെഡിങ്ങിനൊക്കെ തലേന്ന് എല്ലാം ഉണ്ടാക്കി വെക്കുന്നത്. മീനും എല്ലാം അതൊക്കെ വെച്ചാൽ പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അല്ലാതെ ഒന്നും ഫ്രിഡ്ജിലൊന്നും അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, വെക്കാനും പറ്റത്തില്ല. അത്രയും വലിയ ക്വാണ്ടിറ്റി അല്ലേ. നെന്മീനൊക്കെ ഇങ്ങനെ പറ്റിച്ച് വെക്കും. നെന്മീൻ്റെ അടിയിലൊക്കെ വാഴപ്പിണ്ടി കണ്ടിച്ചിടും. അന്നേരം അടി പിടിക്കാതിരിക്കാന് വാഴത്തട കണ്ടിച്ച് വട്ടത്തിൽ മുറിച്ച് അടിയിലിട്ട് നിരത്തിയിട്ടാണ് അരപ്പിട്ടിട്ട് അതിന്റെ മേളിൽ മീൻ പാകി അങ്ങനെ ഓരോ ലെയറായിട്ട് അരപ്പിട്ട് മീൻ അടുക്കി കരിയാപ്പല എല്ലാം കൂട്ടിട്ടാണ് മീൻ പറ്റിച്ചു വെക്കും. ആ വാഴത്തട കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ്. പിന്നെ വാഴപ്പിണ്ടി എല്ലാവരും കഴിക്കുന്നതല്ലേ. അപ്പൊ ഇതിന്റെ ഉപ്പും പുളി എരി എല്ലാം പിടിച്ച് അടിയിലിരിക്കും. അടിയിലപ്പം പറ്റിച്ചു വെക്കുമ്പം മീൻ അടി പിടിക്കത്തില്ലല്ലോ, അധികം വെള്ളം വെക്കത്തില്ല. ഇങ്ങനെ പറ്റിച്ചിരിക്കും, കുറുകിയിരിക്കും. ഭയങ്കര ടേസ്റ്റാ അതിന്റെ വാഴത്തട കഴിക്കാൻ. ഇപ്പൊ ആരാ, ഇപ്പൊ എല്ലാം കേറ്ററിംഗ് അല്ലേ, വീടുകളിലൊന്നും ചെയ്യത്തില്ലല്ലോ. പണ്ടെല്ലാം വീട്ടിലല്ലേ ചെയ്യുന്നത്. ഉള്ളി ട്രാൻസ്പെറന്റ് കളർ എത്തി, ഉള്ളി ബ്രൗൺ ചെറിയ ബ്രൗണിഷ് കളർ ആയി. ഇനി നമ്മള് ബഫലോ ഇടാൻ പോവാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഏതിന്? ഇതിലാ ചുമന്ന പൊടി, ചുമന്ന മുളകും മല്ലിയും ഇച്ചിരി ഒന്ന് മൂപ്പിച്ചിടണം. വേറെ മൂപ്പിച്ചിടാം. ആദ്യം ഒന്ന് മഞ്ഞളും ഇതും കൂടി ഇട്ടൊന്ന് പിന്നെ ബഫലോ ഒന്ന് പഴറ്റി അതിന്റെ വെള്ളം ഒന്ന് പറ്റണം. അധികം വെള്ളം വേണ്ട. മനസ്സിലായി. മഞ്ഞപ്പൊടി ഇട്ടിരിക്കുകയാണ്. ബഫലോ ഇതിന് ഇതിനകത്ത് മൂടി വെക്കുമോ അതോ? ഇല്ല, ഇത് വഴറ്റി ഉപ്പിട്ട് വഴറ്റിയായിട്ട് വെള്ളം അങ്ങ് പറ്റിക്കണം. ഞാൻ തന്നെ ചെയ്യാം. സോറി.
മൊബൈലും രണ്ടും പിടിക്കാൻ പറ്റുന്നില്ല. ഉപ്പ് ഇനി പിന്നെ ഉപ്പ് ഇടുമോ നമ്മൾ? ഇല്ല, പിന്നെ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പം ആവശ്യത്തിനുള്ളത് ഏകദേശം ഇടും. ഓക്കെ. എത്ര ഇട്ടു ഉപ്പ്? ഒരു 1.25 ടീസ്പൂണോളം അടുപ്പിച്ചിട്ട്. ഉപ്പിടുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഈ വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ട് ആ വെള്ളം അങ്ങ് പറ്റിക്കണം, പറ്റിയെടുക്കണം. ഇങ്ങനെ വെള്ളം വേണ്ട, വെള്ളം ഇപ്പൊ ശബ്ദം ആദ്യത്തെ അത്ര ഇല്ലല്ലോ ഇപ്പൊ. അപ്പൊ ആ ശബ്ദം പോയത് കാരണം തന്നെ വെള്ളം കണ്ടില്ലേ ഇറങ്ങി വരുന്നത്. അപ്പൊ ഈ വെള്ളം ഇനി പറ്റിച്ച് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം ഇച്ചിരി മല്ലിപ്പൊടി മുളക് പൊടി കൂടെ ചേർത്ത് ചൂടാക്കി ചേർക്കണം. വെള്ളം വരുന്നുണ്ടോ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി പറ്റിട്ടാണ് എടുക്കല്ലേ. അപ്പോൾ ഇതിനി സമയം എടുക്കുന്ന കൊണ്ട് ഞാൻ പോയി എല്ലാം കഴിക്കട്ടെ. ആ കുക്കറൂടെ കഴുകി തരണേ. അപ്പം ഞാൻ എന്താ കഴിക്കാൻ പോകുന്ന വെച്ചാൽ, എന്താ കഴിക്കാൻ പോകുന്നത്? ഞാൻ ചോറ്, ഇവിടെയും ബീഫ് ഉണ്ടാക്കിയായിരുന്നു. അമ്മി കറി അവിയലല്ലേ? അവിയലല്ലേ ഇത്? അവിയലല്ല, ഇച്ചിരി പരിപ്പ് കറിയും. ഓക്കെ. പിന്നെ ബീൻസ് തോരൻ, ബീഫ് തോരൻ, ബീഫ് ഉണക്കമീൻ, ഊക്കറ് ചെറുതായിട്ട് കഴുകി, സാമ്പാർ. അവിടെ സൈഡിൽ ഇരിക്കുന്നത് രാവിലെ തിരിഞ്ഞ് എന്താണെന്ന് തോന്നുന്നു. ഫുൾ പ്രോട്ടീൻസ് മാത്രമേ കഴിക്കാറുള്ളൂ. ഉണക്കമീൻ, അതായത് ഉണക്കമീൻ തരും. ഷാർക്കിൻ്റെ ഉണക്കമീൻ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ബീഫ് ഒരു പരുവമാകുമ്പോൾ നമുക്ക് ബാക്കിയെടുക്കാം. ഓക്കെ. സോ ഞാൻ എന്താ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കുക്കിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീഡിയോസ് നമുക്ക് ഇനിയും ഉണ്ടാക്കാം. എൻ്റെ അമ്മ മാത്രമല്ല, സ്വാസികയുടെ അമ്മയും നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അവിടെയും നല്ല കിടിലം ഫുഡ് ഉണ്ടാക്കും. പക്ഷേ രണ്ട് രീതിയിലുള്ള ഭക്ഷണമാണ് കിട്ടുന്നത്. കാരണം എൻ്റെ അമ്മ ഇപ്പോൾ പറഞ്ഞ പോലെ തിരുവല്ല ആ നാട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ വെള്ളം വരുന്നത് വിശക്കുന്നുണ്ട് കേട്ടോ, സോറി. അപ്പോൾ തിരുവല്ല ആ നാട്ടിലുള്ള ആൾക്കാരാണ്. അവിടുത്തെ ഭക്ഷണ രീതി വേറെയാണ്. സ്വാസികയുടെ അമ്മ പൂമാച്ചോഴ ആ സൈഡിലുള്ള കുടുംബമായതുകൊണ്ട് അവിടുത്തെ ഭക്ഷണ രീതി കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. രണ്ടുപേരും നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇനി ഇതുപോലെ വീഡിയോസ് നമുക്ക് ഉണ്ടാക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഇനി ബാക്കി നമുക്ക് ബഫലോയിലേക്ക് പോവാം. എന്തായി? വെള്ളം പറ്റാറായി. ഇനി അടുത്തത് കുക്കറിലേക്ക് മാറ്റണം. കുക്കറിലോട്ട് മാറ്റണം. അതിന് മുമ്പ് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി എല്ലാം ചൂടാക്കിയത് ചേർക്കണം. മിക്സ് ചെയ്താണോ? 3 സ്പൂൺ മുളക് പൊടി. 3 സ്പൂൺ എന്ന് വെച്ചാൽ ഇതിന് 3 സ്പൂൺ. 3 സ്പൂൺ മുളക് പൊടി. ഓക്കെ. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി. ഓക്കെ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഓക്കെ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി. പച്ചപ്പൊടിയാണല്ലോ എല്ലാം. ഒന്ന് ചൂടാക്കിയിട്ട് അത് ഇനി ഇതിനകത്തിലോട്ട് മാറ്റി ഇനി വഴറ്റണോ? ഇത് ഇങ്ങോട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കുക്കറിലോട്ട് മാറ്റാൻ. ഇതിനകത്തിലോട്ട് ഇതിന്റെ വെള്ളം പറ്റി. മനസ്സിലായോ? കുറച്ച് ചേർത്ത് നോക്കിയിട്ട് പിന്നെ ഇത്രയും മിഠായി ചൂടാക്കിയാൽ വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ടേസ്റ്റ് ചെയ്യണോ അതോ എങ്ങനെ മനസ്സിലാവുന്ന പരുവത്തിനായ? ഒരു ഇടുമ്പോ മനസ്സിലാകും. കണക്ക് വെച്ചല്ലോ പണ്ട് ആൾക്കാരൊന്നും ചെയ്യുന്നേ. കൈക്കണക്കല്ലോ എല്ലാം. ഇപ്പോഴല്ലോ ടേബിൾ സ്പൂൺ, ടീസ്പൂൺ ഒക്കെ ആയി. കപ്പ് മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടു ഇതിനകത്ത്. നമ്മൾ ആദ്യം ഇട്ടു. പിന്നെ ഇപ്പം ബാക്കി മസാലകൾ ചേർത്ത് ഇച്ചിരൂടെ ചേരുന്നുണ്ടോ? ഇറച്ചി ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ? ഇപ്പൊ മസാല കുറവല്ലേ? വേണ്ട, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് പിടിച്ച് കുക്കറിലോട്ട് മാറ്റണം. ഇതിന് വേവുണ്ടല്ലോ. ബീഫിന് വേവുള്ളതല്ലേ, ചുമ്മാതെ വേവത്തില്ല. കുക്കറിൽ വെച്ചാലേ വേവുള്ളൂ. അല്ലെങ്കിൽ 2-3 മണിക്കൂർ നോർമൽ രീതിയിൽ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യണം. കുക്കറിലേക്ക് മാറ്റാൻ പോവാണ്. ഈ കുക്കറിന് എത്ര നേരം എടുക്കുന്നത്? ഒരു 3-4 വിസിൽ വേണം. അവൾക്കിനി 2-3 ദിവസത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണമായല്ലോ. മീനച്ചാറ് കുറേ നാൾ നിൽക്കത്തില്ലേ? മീനച്ചാറും ഈ ചമ്മന്തിപ്പൊടി കുറേ നാൾ നിൽക്കത്തില്ലേ?
ചമ്മന്തിയുടെ ഫ്രിഡ്ജ് വെക്കണോ അതോ വെളി വെച്ചാൽ മതിയോ? വെളി വെച്ചാൽ മതി. ഫ്രിഡ്ജ് വെച്ചാൽ അത് കട്ടിയാക്കും. കട്ടിയായി പിന്നെ എടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വരത്തില്ല. തിളപ്പിച്ച വെള്ളം ഒഴിക്കും. തിളപ്പിച്ച വെള്ളം കെറ്റിലുണ്ട്, അപ്പോൾ അത് കുറച്ച്. ഓക്കെ. വെള്ളം എങ്ങനെയാ ക്വാണ്ടിറ്റി? വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. കാര്യം നമ്മളിത് ഗ്രേവി ആക്കാനല്ലല്ലോ, ഇത് വേവാനുള്ള വെള്ളമല്ലേ വേണ്ടു. ഒരു കപ്പോ അതാണ് എങ്ങനെയാണ്? ഒരു കപ്പൊക്കെ മതി. നോക്കട്ടെ, ഒഴിച്ചു നോക്കട്ടെ. ഇതിപ്പോ ഒരു അരക്കപ്പേ ആയുള്ളൂ. ഒരു ഒന്ന് വേവാനായിട്ട്. ഈ ലെവൽ വരെ വരണോ? മുകളിൽ വരെ വരണോ അതോ? വേണ്ട. മതി. ഒരു കപ്പ് വെള്ളം, 1.25 കപ്പ് വെള്ളമുണ്ട്. പിന്നെ അടച്ചു വെച്ചിന് പ്രഷർ വെയിറ്റ് ഇടണം. കുക്കറിന്റെ പ്രവർത്തനം നടക്കണ്ടേ? വെയിറ്റ് ഇട്ട് ഒരു 4-5 വിസിൽ. 4-5 വിസിലല്ലേ? ഇതിപ്പോ എത്ര സമയം എടുക്കും? 1/2 മണിക്കൂർ എടുക്കോ? 4-5 വിസിൽ. ഒരു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ. ഒത്തിരി ഭയങ്കര ഫ്ലെയിം വെക്കുവാണെങ്കിൽ പെട്ടെന്ന് വിസിൽ വന്നു. അപ്പൊ അത് പെട്ടെന്ന് വേഗത്തില്ലല്ലോ. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 വിസിൽ, 4 to 5 ഡിപ്പെൻസ് അതിന്റെ ഒരു വേവ് അനുസരിച്ചിരിക്കും. അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്തിന് എന്താണ്? മീനച്ചാറ്. ഈ മീനച്ചാറിന് സമ്മന്തി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണം, ചമ്മന്തിപ്പൊടി ഒന്ന് എടുത്തിട്ട് വേണം മീനച്ചാർ ഉണ്ടാക്കാൻ. അല്ല അതിന്റെ ചൂടങ്ങ് പോയാലേ അത് പിന്നെ പൊടിയത്തില്ല. അതൊന്ന് പൊടിച്ച് തീർത്തിട്ട് അടുത്തതിലോട്ട് കയറാം. അങ്ങനെ ചമ്മന്തിപ്പൊടിയുടെ പണി കഴിഞ്ഞു. ലാസ്റ്റ് മിക്സ് ചെയ്തെടുത്തല്ലേ? പൊടിച്ചെടുത്തു. ചൂടാറിയിട്ട് കവറിലാക്കണം. പിന്നെ ഉപ്പ് ആഡ് ചെയ്യണോ? ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഉപ്പ് പുളിയൊക്കെ ഉണ്ട്. ഉപ്പിന് നോക്കട്ടെ, എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടേ. 2-3 സെറ്റായിട്ടല്ലേ, ബാച്ചായിട്ടല്ലേ നമ്മൾ പൊടിച്ചത്. അപ്പോൾ ഉപ്പ് എല്ലായിടും യൂണിഫോമായിട്ടുണ്ടോ എന്ന് നോക്കാം. കുറച്ച് ഇവിടെ വെക്കാം, കുറച്ച് കൊണ്ടുപോയാലും പൊടിക്കുകയല്ലേ. അപ്പം മെനക്കെട്ടപ്പം എല്ലാവർക്കും കഴിക്കാമല്ലോ. ഒരു സ്വല്പം എരി മുമ്പോട്ടായിപ്പോയി. കഴിക്കും. ചമ്മന്തിപ്പൊടി റെഡി. അച്ചാറിടുമ്പം നോൺ സ്റ്റിക്കിൽ ഇടരുത് ഒരിക്കലും. എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റി. ഈ പാനില്ലേ നമ്മൾ ബഹറിൽ നിന്ന് വാങ്ങിച്ചത്, അതിന്റെ നോൺ സ്റ്റിക്ക് എല്ലാം ഇളകിപ്പോയി വിനാഗിരി ഒഴിച്ചു വെച്ചപ്പോൾ. എനിക്ക് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അന്ന് തന്നെ പ്രശ്നം വരും. അത് ഞാൻ മീനച്ചാറായിരുന്നു തോന്നുന്നു, ഇന്നത്തിൽ ഒഴിച്ചു വെച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു പാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാൻ, അതിന്റെ ഷേപ്പ്. പക്ഷെ വിനാഗിരി ഒഴിച്ച് അതിന്റെ കോട്ടിങ് എല്ലാം പോയി. അതാണൊരു വിഷമമായി. ഒരുവിധം നല്ലതായിട്ട് മൂക്കണം. ഒത്തിരി അങ്ങ് ഹാർഡായിട്ടല്ല, ഒരുവിധം നല്ലതായിട്ട് മൂക്കണം. കാര്യം ഇരിക്കാനുള്ളതല്ലേ. പുറത്താണ് ഇരിക്കുന്നതും മീനച്ചാറ്. ഫ്രിഡ്ജിൽ വെക്കാം, പുറത്തും വെക്കാം. അപ്പോൾ അന്നേരം ഇച്ചിരി ഒന്ന് ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം. മറ്റേ നമ്മൾ ഫ്രൈ ആക്കി കഴിക്കുന്ന പോലെയല്ല, അതിനെയൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് മൂക്കണം. ഒത്തിരി ഹൈ ഫ്ലെയിമും വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അകത്തുനിന്ന് മൂപ്പിച്ചൊന്ന് എടുക്കത്തക്ക രീതിയിൽ മൂത്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു അകത്തുനിന്ന് മൂക്കുന്നത്. അല്ലെങ്കിൽ ഇരിക്കത്തില്ല, മീൻ ചീത്തയായിപ്പോ. മീൻ ഫ്രൈ ചെയ്ത് ഒരു സെറ്റ് എടുത്തു, മറ്റേത് വറുത്തോണ്ടിരിക്കുന്നു. ഇനി അടുത്ത ബീഫ് ഒന്ന് ഉലർത്തി അതങ്ങ് തീർക്കാമെന്ന് ഓർത്തു. അതിന്റെ ജോലി. നല്ല മഴ വെളിയില്, ഭയങ്കര മഴ. അപ്പോ മീൻ വറക്കുന്നു. ഇനി അടുത്തത് ബീഫ് ഇനി വഴറ്റാൻ പോകുന്നു. ബീഫ് ഇതുപോലെ ഫ്രൈ ചെയ്യാൻ പോണോ? ബീഫ് പറ്റിച്ചെടുക്കാന് വെള്ളത്തോടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഒരു കുഞ്ഞ് ചെറിയ 1/4 ടീസ്പൂൺ വെളുത്തുള്ളി, അതേപോലെ ഇച്ചിരി ഇഞ്ചിയും കൂടി ഇട്ട് ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി മാത്രം. അതിനകത്ത് ഓൾറെഡി എല്ലാം ഇട്ടു ആവശ്യത്തിനുണ്ട്. പിന്നെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇട്ട് ഒന്ന് മൂപ്പിച്ച് ബീഫ് ഇട്ട് ഉലത്തിയിട്ടുണ്ട്. ചുവന്നുള്ളി
ചുവന്നുള്ളി കുറച്ച്. ഇതിനിയും ബ്രൗൺ ആവണ്ടേ? ആ എല്ലാം ഒരു ബ്രൗൺ ആകുമ്പോഴേ അതിന്റെ മണം വരുന്നത്. ബീഫ് വെന്തു. ആ സൂപ്പർ. ഇതിന് നമ്മൾ നേരം ഇടുകയല്ലേ ചെയ്യുന്നത്? ആ വെള്ളം കുറച്ചല്ലേ ഒഴിച്ചുള്ളൂ, അതുകൊണ്ട് കണ്ടല്ലോ ഒട്ടും വെള്ളം വരുന്നില്ലല്ലോ. അതിന്റെ വെള്ളമെല്ലാം പറ്റിച്ചിട്ട് നമ്മളൊരു ഗ്ലാസ് കപ്പല്ലേ വെച്ചുള്ളൂ വെള്ളം. അടച്ചു വെക്കണ്ട, പറ്റിച്ചേ വെള്ളം പറ്റിച്ച് തോർത്തി ഇങ്ങെടുക്കും. ബീഫും മീനും ഫിഷ് പിക്കിൾ മാറി മാറി ചെയ്തോണ്ടിരിക്കാം. മീൻ ഓൾമോസ്റ്റ് ആയി. രണ്ടാമത്തെ ഇനി ഒരു സെറ്റ് കൂടെ ഉണ്ടല്ലേ? ഇനി ഇത്രയും കൂടെ ഉണ്ട്. കേരാമീൻ. കേരയാണ് നല്ലതല്ലേ? കേര, നെയ്മീന്, കട്ടിയുള്ള ദശക്കട്ടിയുള്ള മീനില്ലേ, ദശക്കട്ടിയുള്ളൊക്കെ മീനാണ് അച്ചാർ. പിന്നെ മത്തി അച്ചാറിടാൻ കൊള്ളാം. നല്ല നെയ്മത്തിയെ മൂപ്പിച്ച് വറുത്തെടുത്താൽ മതി. അങ്ങനെ ബീഫ് എന്തായി? ബീഫ് പുലർത്തി തീരാറായി. എപ്പോഴും ബീഫ് എന്നേ വരത്തുള്ളൂ. ഇത്ര മതിയല്ലോ അല്ലേ? അതിന്റെ അരപ്പിനാ ടേസ്റ്റ്. ഗ്രേവി ചെറിയ പീസ് എടുത്ത ചൂടാണ്. ചൂട് സൂപ്പറാണോ? ബഫലോ നല്ലതായിരുന്നു. പക്ഷെ ഒട്ടും ഇല്ല, 1 കിലോ വെന്ത് വരുമ്പോഴത്തേക്ക്. അടുത്ത മീനച്ചാറിന്റെ പരിപാടികളിലേക്കാണ്. സൂപ്പർ ഫാസ്റ്റ് പോലായിരുന്നു, മെഷീൻ വർക്കായിരുന്നു. മതിയല്ലേ ഇത്? മതി. വെളുത്തുള്ളി കുറച്ച് ചതച്ചതുണ്ട്. ചതച്ചതിടുവാണെങ്കിൽ ഒരു അരപ്പിനൊരു കൊഴുപ്പ് വരും. മുഴുവനെ ഉള്ളത് ഇടുന്നതിനേക്കാളില്ലേ, മുഴുവനെ ഇടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ. ഒരു പീസ് വെളുത്തുള്ളി എടുത്ത് കഴിക്കാൻ നല്ലതാണ്. വെളുത്തുള്ളി, ഇഞ്ചി, എല്ലാം മൂക്കണം. മീൻ്റെ മണം, മീൻ്റെ അല്ല, വെളുത്തുള്ളിയുടെ ഒക്കെ മണം. വെളുത്തുള്ളിയാണ് നല്ല ഫ്ലേവർ കൊടുക്കുന്നത്. ഇനി മുഴുവനെയുള്ള വെളുത്തുള്ളിയും കൂടെ ഇടാം. നമ്മൾ കടുകൂടെ പൊട്ടിക്കണമായിരുന്നു, അത് മറന്നുപോയി. കടുകിടാൻ മറന്നു വിട്ടുപോയി. അതായിരുന്നു ആദ്യം ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടത് ചെയ്യാൻ പോവാണ്. കരിവേപ്പിലയാണ് കുത്തിത്തെറിച്ച്. കടുക് കുറേ വേണ്ടേ? കുറച്ച് മതി. ഈ മീനിന് കുറച്ച് മതി. മാങ്ങയ്ക്കൊക്കെയാണ് കൂടുതൽ നമ്മൾ കടുക് പൊട്ടിച്ചൊക്കെ ചേർക്കുന്നത്, ചതച്ച്. ഇനി ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ മുളക് പൊടി തീ കുറച്ച് വെക്കണം. കോഫി ചെയ്താലും കുഴപ്പമില്ല, കാര്യം സ്റ്റീൽ പാനിന് ചൂട് കൂടുതലാണ്. ഇതൊന്നിട്ടൊന്ന് ചൂടായിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്ന് മൂപ്പിച്ചാൽ മതി. മുളക് പൊടി 3 സ്പൂൺ മതിയോ? 3.5 സ്പൂൺ ഇടാം. ഒരു ചെറിയ സ്പൂൺ കുരുമുളകും കൂടെ.
കടുക് കൂട്ടി. ശബ്ദം കേട്ടോ. ഇനി മുളക് ഇടുക. മുളക് ഇച്ചിരൂടെ. അത്രയും മീനുണ്ടല്ലോ. അതെ അതെ, ക്വാണ്ടിറ്റി കൂടുതലാണല്ലോ. കടുക് ചേർത്തു. അങ്ങനെ കടുക് താളിച്ചിടാന്ന് പറഞ്ഞാൽ കടുക് താളിക്ക് അങ്ങനെയല്ലേ പറയുന്നത്? കടുക് താളിക്കുന്നത് അത് കറികൾക്കൊക്കെ അവസാനം കടുക് താളിക്കും. ഇത് അതുപോലെ അല്ലേ? ഇത് എങ്ങനെ താളിക്കണ്ട, ആദ്യം കിട്ടാൻ മതിയായിരുന്നു. അതൊന്നും മറന്നു. താളിച്ചിട്ട് ഇനി മീൻ കഷ്ണം കൂടി ഇടുക. മീൻ വറുത്തെടുത്താൽ പിന്നെ മീൻ അച്ചാർ ഇടുന്നത് വളരെ ഈസിയാണ്. ഇതാണ് മെയിൻ ടാസ്ക് അല്ലേ, വറക്കുന്നത്. ഇത് നമ്മൾ എത്ര ദിവസം വെക്കണം? ഇത് ഇപ്പം തന്നെ കഴിക്കാൻ പറ്റുമോ? ഇല്ല, ഇത് ഇതിനകത്ത് വിനിഗർ ചേർക്കണം. എന്തെങ്കിലും അതിനൊരു പുളി വരത്തുള്ളൂ. അച്ചാറിനൊക്കെ ഒരു പുളിയാണല്ലോ മെയിൻ, അതിന്റെ ഒരു സ്വാദ്. മാങ്ങ, നാരങ്ങ, നെല്ലിക്കായ്ക്കെല്ലാം നമുക്ക് എന്തോ പുളിയല്ലേ കിട്ടുന്നത്. അപ്പൊ ഈ മീനിനകത്ത് പുളിയില്ല. അപ്പൊ അതിന് പകരം നമ്മൾ ഇതിനകത്ത് വിനിഗറാണ് ചേർക്കുന്നത്. പുളി ആഡ് അങ്ങനെ ആഡ് ചെയ്യത്തില്ല, വിനിഗർ ചേർക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഇത് കുടംപുളി എല്ലാം ചേർക്കുമോന്ന് അറിയത്തില്ല. ഇനി ഇതിനകത്തില് ഒരു കപ്പ് വിനിഗർ ചേർക്കാം. വിനിഗർ ഈ മീൻ ഡ്രൈ ഫ്രൈ ആയില്ലേ, അതുകൊണ്ട് ഇത് അബ്സോർബ് ചെയ്യും. വിനിഗർ അത്യാവശ്യം വേണോ? അത്യാവശ്യം വേണം. പിന്നെ ഇതിന് ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടുന്നതും വിനിഗറാണല്ലോ, അത്യാവശ്യം വേണം. ഗ്രേവി ചാറ് പോലെ കിട്ടുന്നത് വിനിഗർ ഒഴിക്കുന്നുണ്ട്. ഇനിയും കുറച്ച് നേരം ഇങ്ങനെ വെക്കണമല്ലേ? ഇങ്ങനെ വെക്കണം. വെച്ച് ഇത് അബ്സോർബ്. എത്ര ദിവസം എടുക്കും ഇത് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ? ആളെയൊക്കെ ആകുമ്പോഴത്തേക്ക് പിടിക്കും. അപ്പോഴേ അതിന്റെ ഉപ്പ് നമുക്ക് ബാലൻസ് ചെയ്തോ നോക്കാൻ പറ്റുള്ളൂ. കാര്യം മീനിനകത്തെ ഉപ്പിട്ടത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ഞാൻ ആഡ് ചെയ്തില്ല. മീൻ ഇച്ചിരി ഉപ്പ് മുമ്പോട്ടായിരുന്നു. വിനിഗർ പിടിക്കുമ്പം അതിന്റെ ഉപ്പൊന്ന് ബാലൻസ് ചെയ്യും. പിന്നെ ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പൊ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തില്ലേ, ഇത് മതിയാകും. കാര്യം ഇല്ല, ചാറായാലേ ചിലപ്പം പെട്ടിക്കകത്ത് വെക്കുമ്പോഴേ ലീക്ക് ചെയ്യും. അപ്പൊ ഇതൊന്ന് പിടിച്ചിട്ട് പോരെന്നുണ്ട് പിന്നെ ചേർക്കാം, അതായിരിക്കും നല്ലത്. ഫ്ലൈറ്റില്ല പോകുന്നോണ്ട് പെട്ടിക്കകത്ത് പാക്ക് ചെയ്യുമ്പോ വെള്ളം ലൂസ് ആണെങ്കിൽ ചാൻസസ് കൂടുതലാണ്, അത് ലീക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അന്നേരം അധികം ഗ്രേവി ചാറ് പോലെ ആക്കാത്ത ലൂസായിട്ട് ഇരിക്കാതിരിക്കുന്ന നല്ലത്. ഉപ്പ് വേണേ നോക്കിയിട്ട് പിന്നെ ചേർക്കാം. ഇപ്പൊ ഇനി മീനെല്ലാം ഒന്ന് പിടിക്കണം, പിടിച്ചാലേ അറിയാവൂ. അല്ലെ പിന്നെ ടൈം എടുക്കുമല്ലോ. ഗ്രേവിയുടെ ഉപ്പ് നോക്കാൻ പറ്റുമല്ലേ? ഗ്രേവിക്ക് ഉപ്പില്ല, ഇച്ചിരി ചേർക്കാം, മതി. പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഉലുവാപ്പൊടിയും കൂടെ കുറച്ച് ചേർക്കാം. മതി, ഇത്തിരിയായ കഴിക്കും. വിനിഗറിന്റെ മണം അത് ഇതിന് ഇങ്ങോട്ട് വരുമ്പോ അതിന്റെ എരിയുടെ എഫക്റ്റ് കൂടെ വരും. മുളകിനകത്തല്ലേ. ഇത് ചാറ് പിടിച്ചിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വിനിഗർ വേണം ചേർക്കാം. വെള്ളം അങ്ങനെ ആരും ഇതിനകത്ത് ചേർക്കുന്നതായിട്ട് ഞാൻ ചേർത്തിട്ടില്ല. വെള്ളം ചേർത്താലേ ഇതിനൊന്നും ലൈഫ് കിട്ടത്തില്ല അച്ചാറിന്. ഇതൊക്കെ ഇരിക്കണ്ടേ കുറച്ച്. അപ്പൊ അങ്ങനെ മീനച്ചാർ റെഡി. മീനച്ചാർ കഴിഞ്ഞു, ബീഫ് കഴിഞ്ഞു, ചമ്മന്തിപ്പൊടിയൊക്കെ പാക്ക് ചെയ്യണം. എല്ലാം ഇനിയും പാക്ക് ചെയ്യണം. അടുത്ത സെക്ഷൻ അതാണ്. ഇതെന്തായാലും സമയം എടുക്കുമല്ലേ മീനച്ചാർ റെഡി ആവാൻ? ആറിയിട്ട് അതിന്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ഇനി കുപ്പിയിലാകത്ത്. കാര്യം കുപ്പിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഉപ്പൊക്കെ ചേർക്കാൻ പ്രയാസമാണ്, മിക്സ് ആകത്തില്ല യൂണിഫോമായിട്ട്. അപ്പൊ ഇതൊന്ന് നോക്കി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോ
ഒന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് taste ഉപ്പ് നോക്കണം. നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് ഇനി കുപ്പിയിലോട്ട് ആക്കണം. ഓക്കെ അപ്പോഴത്തേക്ക് അത് തണുക്കുകയും ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് ഇനി പടത്തിന് പാക്കിങ്ങിലേക്ക് നോക്കാം. അതെ, പാക്ക് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിപ്പൊടി, ബീഫല്ല ബഫല്ലോ, അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാ മീനച്ചാർ. ഇപ്പോൾ ഒരു 2 ദിവസമായി. ഇപ്പോൾ ഇന്ന് നൈറ്റ് ഞാൻ ചെന്നൈ പോവാണ്. നൈറ്റ് ചെന്നൈ പോയിട്ട് ഇനി അവൾക്കിനി കൊടുക്കണം. മീനച്ചാറിന് അവിടെ പോയിട്ട് കുറച്ച് വിനാഗിരി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കഴിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം ഇത് ഫ്ലൈറ്റിലായതുകൊണ്ട് കൂടുതൽ ലിക്വിഡ് ആയി കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാകാം. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ട്. ഇതാ ചക്ക ഉപ്പേരി. ഞാൻ തന്നെ ഒന്ന് കഴിക്കട്ടെ. നല്ല ചൂടോടെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ കൂട്ടുകാരുണ്ട് ഗോകുൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ ഇന്നലെ ചക്ക കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഒരു 12:30 ആകുമ്പോൾ വന്നപ്പോൾ നൈറ്റ്, അപ്പോഴും അമ്മയുടെ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രേസുള്ള സംഭവം. എന്ത് ചെയ്യാനാണ്, ഞാൻ പണിയെടുത്ത് ജീവിക്കുക. ഇതാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ ഇതിനെ പാക്ക് ചെയ്തിട്ട് ഇനിയിപ്പം അവൾക്ക് കൊടുക്കണം. അപ്പോൾ ഇനി അവൾക്ക് കൊടുക്കുന്നത് കാണാം. ഓക്കെ, ബൈ. യെസ്, ഞാൻ പറഞ്ഞ മീനച്ചാർ തുറന്നു നോക്ക്, അമ്മ തുറന്നു നോക്ക്. ഇത്രയും മീനച്ചാർ എന്തിനാണ് കുഞ്ചു? അത് മീനച്ചാറല്ലല്ലോ. അല്ല, ഇതെന്താ ചമ്മന്തിപ്പൊടി? യെസ്, അമ്പോ, നമ്മളെ ചോറിൻ്റെ കൂടെ കൂട്ടുന്ന ചോറും ചമ്മന്തിപ്പൊടി. തൈരും ചമ്മന്തിപ്പൊടി. ഇത് ഇവിടെ വരുന്ന വഴിക്ക് തിന്ന് തീർത്തല്ലേ? ചക്ക വറുത്ത് പകുതിയാക്കി കുഞ്ചു. കുറച്ച് ഞാൻ കഴിച്ചു, വിശപ്പുള്ളതുകൊണ്ട് കഴിച്ചു. ആ അമ്മ എന്താ പറയാ, ഞാൻ ജാനിസ് അമ്മേനെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു ചക്ക കിട്ടി, എന്താ പറയാ വറക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. ഇതോ അത് ബീഫല്ല ബഫല്ലോ. ബഫല്ലോയുടെ അതിന്റെ ഫ്രൈ പോലെ. അതെ. ഓ, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ലൊക്കേഷനിൽ ഇത് കൊണ്ടുപോകും. മണം ഉണ്ടാവില്ല. അത് അല്ല, ഞാൻ നോക്കിയതാ മണം വല്ലതും വരണ്ടോ. ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് ഞാൻ കഴിക്കും. അപ്പൊ മീനച്ചാർ ഇല്ലേ? ഇതാണോ? ഇതാണ് മീനച്ചാർ. ഓ, മൊത്തം പാക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ മൊത്തം പൊട്ടിച്ചിട്ട് വേണം കഴിക്കാൻ. ഞാനൊരു മീനച്ചാർ കൊണ്ടുവരാനാണ് പറഞ്ഞു ജാനിസ് അമ്മയോട്. ദേ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ കണ്ടോ? എല്ലാം നമ്മുടെ കേരളത്തിന്റെ തനിമയുള്ള സാധനങ്ങൾ. ഇനി 3-4 ദിവസത്തേക്ക് എനിക്ക് ഖുശാൽ ഡെയിലി ഉച്ചയ്ക്ക് ചോറും ഇത്തിരി ചമ്മന്തിപ്പൊടിയും ഇത്തിരി ബീഫും ഇത്തിരി മീനച്ചാറും. ഇതൊരു 3-4 ദിവസത്തേക്ക് നിൽക്കുമായിരിക്കും അല്ലേ? മീനച്ചാറൊക്കെ നീ എങ്ങനെ കഴിക്കുന്നത് അതുപോലെ ഇരിക്കും. എന്തായാലും ഒറ്റടിക്ക് കുറെ കഴിക്കാൻ പറ്റില്ല. 3-4 ദിവസം നിൽക്കുകയാണെങ്കിൽ അടിപൊളി. അവിടെ ഉണ്ട് ക്യാരവൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിൽ വെക്കാം, അപ്പോൾ കുഴപ്പമില്ല. യെസ്, അപ്പൊ എന്തൊരു കാര്യം ചെയ്യാം, എന്താ പറയാ, അപ്പൊ ഉണ്ടാക്കുന്നൊക്കെ വീഡിയോ എടുത്തോ? അതൊക്കെ എടുത്തു. ജാനിസ് അമ്മയാ എല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്തോ? പിന്നെ ഞാനില്ലാണ്ടാ? ആവശ്യമൊന്നുമില്ല. വൺ ഓഫ് ദ ഫേമസ് യൂട്യൂബർ ഇൻ ദ കേരള. അപ്പൊ അത് കാര്യം ചെയ്യാം. എന്നാ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ച സ്ഥിതിക്ക് ഞാനതിപ്പോ ഇത് കഴിക്കുന്നതും കൂടി കാണിക്കാം. എങ്ങനെ എന്റെ ടേസ്റ്റ് ഒന്നും കൂടി പ്രേക്ഷകരോട് പറയണല്ലോ, നമ്മളറിഞ്ഞാ പോരല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ഫോണിൽ എടുത്തിട്ട് കുഞ്ചിന് അയച്ചു തരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് ഒരു അടിപൊളി ജാനിസ് അമ്മയുടെ കുക്കിംഗ് വ്ളോഗ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം ബ്രേക്ക് ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ബ്രേക്ക് എന്ന് വെച്ചാൽ, കാരണം ജാനിസ് അമ്മ ഉണ്ടാക്കി തന്ന ബീഫ്, കുറേ നാളായിട്ട് ബീഫ് കഴിക്കാൻ, കുറേ നാളായിട്ട് നമ്മുടെ ഇവിടുന്ന് കിട്ടുമായിരിക്കും, ഒരു വീട്ടിലത്തെ ബീഫ് കഴിക്കാനായിട്ട് കുറേ നാളായി. അപ്പോൾ ബീഫ്, പിന്നെ മീനച്ചാറ്, ഇതിനൊക്കെ ടേസ്റ്റ് ഞാൻ തുറന്നപ്പോൾ തന്നെ കഴിച്ചു. നല്ല മണമൊക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നു. പുട്ട് ഞാൻ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തോട്ടോ, ചുമ്മാ പുട്ടും ബീഫും കഴിക്കാനുള്ള കൊതിയുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി எப்படி இருக்கு லட்சுமிகா? சொல்லுங்க. அங்க காமிங்க. சூப்பரா இருந்தது. எனக்கு அது கூட வந்து இட்லி, நல்லா சூடா இட்லி வச்சு சாப்பிட்டா ரொம்ப பிடிக்கும். அந்த மாதிரி ஒரு டேஸ்ட் வந்துருச்சு. ചമ്മന്തിപ്പൊടി ചോറും തൈരും കൂടി കഴിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഈ റൗണ്ട് കഴിഞ്ഞിട്ട് വേണം അത് കഴിക്കാൻ. അപ്പം എന്താ പറയാ, താങ്ക് യു ജാനിസ് അമ്മ. ഞാൻ ഒരു ഐറ്റമേ പറഞ്ഞോളൂ, കാരണം എനിക്ക് കുറേ നാളായിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടണം, അച്ചാർ പോലെ കിട്ടണം. മീനച്ചാർ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ എല്ലാ സാധനങ്ങളും കൊടുത്തു വിട്ടു. അതുകൊണ്ട്
ഒരു 2-3 ദിവസത്തേക്ക് നമ്മൾ ഇതൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് കഴിക്കും. എന്താ ചെയ്യാ, എന്തൊരു ഭാഗ്യമായിരിക്കും. ഡയറ്റ് ഉച്ചയ്ക്കില്ല, രാത്രി കഴിക്കില്ല, ഉച്ചയ്ക്ക് എല്ലാം കൊണ്ട് കഴിക്കും, അത് മതി. എല്ലാം അതാ പറഞ്ഞേ, എവിടെ ചെന്നാലും കുക്കിംഗ് നല്ല കിട്ടുന്ന ആൾക്കാര്. വീട്ടിൽ ചെന്നാൽ എൻ്റെ അമ്മ, ചിറ്റ, അമ്മൂമ്മ, ഇപ്പുറത്തെ ജാനിസ് അമ്മ, ഇപ്പൊ ചെന്നൈയിൽ വന്നത് ഈ ലക്ഷ്മി ഒക്കെയുടെ വക സാമ്പാർ, രസം, അങ്ങനെ എവിടെ ചെന്നാലും കുക്കിങ്ങിനും ബെസ്റ്റ് ആൾക്കാർ കിട്ടുമ്പോൾ എങ്ങനെ ഡയറ്റ് ചെയ്യും? അവിടെയാണ് ഞാൻ തകർന്നു പോണത്. എന്തായാലും ടേസ്റ്റി ലഞ്ച് കഴിക്കാൻ പോകണം. അപ്പം ഓക്കെ, താങ്ക് യു. ഫൈനൽ മിക്സ് ചമ്മന്തിപ്പൊടി ആൻഡ് തൈര് ചോറ്. കുറേ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഓർത്തത് കേട്ടോ, ചമ്മന്തിപ്പൊടിയും തൈരും ചോറും. ചമ്മന്തിപ്പൊടി വെറുതെ കഴിക്കാനും സൂപ്പറാണ്. ചുമ്മാ ഇങ്ങനെ സ്പൂണിലെടുത്തിട്ട്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞു. ഇനി ഒന്ന് ഉറങ്ങാനും കൂടി സമ്മതിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. എല്ലാവർക്കും കൊടുത്തു ഞാൻ. ഇവർ നോൺ വെജ് അങ്ങനെ കഴിക്കില്ല, ലക്ഷ്മിയൊക്കെ കഴിക്കില്ല, പ്രിയ വലിയ കാര്യമായിട്ട് കഴിക്കില്ല. ചമ്മന്തിപ്പൊടി എല്ലാവർക്കും കൊടുത്തു. ഫസ്റ്റ് ടൈമാണ് അവർ ചമ്മന്തിപ്പൊടി അങ്ങനത്തെ കഴിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2-3 ദിവസത്തേക്ക് എൻ്റെ ഫുഡ് ഇങ്ങനെയായിരിക്കും. എന്നാലും എൻ്റെ ജാനിസമ്മ ഈ കാല് വേദനയാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം നിന്ന് ഈ 3 ഐറ്റം ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതാണ് എൻ്റെ ചോദ്യം. പിന്നെ സ്നേഹത്തിൻ്റെ മുന്നിൽ വേദനയും കഷ്ടപ്പാടും ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് പറയുന്നത് പോലെ ആയിരിക്കുന്ന വിചാരിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് അമ്മയെ ഫോൺ വിളിച്ചിട്ട് അഭിപ്രായം പറയണം. എന്താ പറയുക, ഇന്നലെ മുതൽ കിട്ടിയോ, എന്തായി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇന്ന് വേണം ഇനി അഭിപ്രായം പറയാം. ഓക്കെ.